അലീനയുടെ സ്വന്തം പെറ്റമ്മയായ വൈജയന്തിയും ബാക്കി രണ്ട് സഹോദരങ്ങളും വീട്ടിലിട്ട് ദ്രോഹിക്കുന്നതും ഉപദ്രവിക്കുന്നതും കാണുന്ന ബാലചന്ദ്രൻ അലീനയെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ട് മനസ്സെല്ലാം മനസ്സോടെയാണെങ്കിലും സ്വന്തം അച്ഛൻ്റെ കൈകളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ബാലചന്ദ്രനും മനുവും ഒക്കെ അലീനയെ കാണാൻ അവിടെ പോകാറുണ്ട്. വഴിയിൽ വെച്ച് അലീനയും മനുവായിട്ട് സംസാരിക്കുന്നത് കാണുന്ന ഹരി പല കഥകളും മെനഞ്ഞ് അവിടെ നിന്ന് അവരുടെ ഫോട്ടോ എടുത്ത് വീട്ടിലേക്ക് വന്ന് കമലയെ കാണിക്കുന്നുണ്ട്. ഇത് കാണുന്ന കമല ഭയങ്കര ദേഷ്യത്തോടുകൂടി സംസാരിക്കുന്നത്. മനു ഇങ്ങ് വരട്ടെ, അവനിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് മനു തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ കനക മനുവിനെ വിളിക്കുന്നുണ്ട്. മനു, നീ എവിടെയാണ് പോയത്? ഇതാരെ കാണാനാണ് നീ പോയത്? എനിക്കറിയാം നീ ആ അനാഥ പെണ്ണിനെ കാണാനല്ലേ പോയത്. നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണോ എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്തൊക്കെ അറിയണം, ഞാൻ അലീനയെ കാണാനാണ് പോയത് എന്നുള്ള കാര്യം അമ്മ ഇതെങ്ങനെ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മനു ഹരിയുടെ അടുത്തേക്ക് നോക്കുന്നുണ്ട്. ആ സമയത്ത് കമല പറയുന്നുണ്ട്, നീ അവനെ നോക്കി പേടിപ്പിക്കേണ്ട മനു, എനിക്കറിയാം നീ അവളെ കാണാനാണ് പോയത് എന്നുള്ള കാര്യം. നിന്റെ മനസ്സിൽ അവളോട് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് മറന്നേക്കൂ മനു. നാളെ ഞാൻ അനീനയുടെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട് നിന്നെ, നീ അവളെ കാണാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ സമയത്ത് മനു പറയുന്നുണ്ട്, എന്തിനാ? അപ്പോൾ കമല പറയുന്നുണ്ട്, അത് നിനക്ക് വേണ്ടിയിട്ട് പെണ്ണാലോചിക്കാനാണ്. അപ്പോൾ മനു പറയുകയാണ്, ഞാൻ ഒരിക്കലും അവളെ എൻ്റെ ഒരു ഭാര്യയായിട്ട് എനിക്ക് കണക്കാക്കാൻ കഴിയില്ല. അവൾ എൻ്റെ ഒരു നല്ല ഫ്രണ്ട് മാത്രമാണ്. അതുകൊണ്ട് അമ്മ ഈ ഒരു സ്വപ്നം മറന്നേക്കും. ഞാൻ ആരെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് എനിക്ക് മറ്റൊരാളെ കെട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. അലീന വീട്ടിൽ നിന്നും പോകുന്നതിന് മുന്നേ തന്നെ സൗദാമിനി അമ്മയെ വൈജയന്തി അലീനയോടുള്ള ദേഷ്യപ്രകാരം കമലയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് കമലയോട് പറയുന്നുണ്ട്, ആൺമക്കൾ വേണം അമ്മയെ നോക്കാൻ, എപ്പോഴും പെൺമക്കൾ മാത്രം നോക്കിയാൽ ശരിയാവില്ലല്ലോ. ആദ്യമൊക്കെ ഇതിനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചുവെങ്കിലും അവസാനം കമല പറയുന്നുണ്ട്, ശരി, കുഞ്ഞിരാമൻ നായരുടെ ഈ തറവാടും ഇതിനു ചുറ്റുമുള്ള സ്ഥലങ്ങളും എൻ്റെയും ശിവരാമേട്ടൻ്റെയും പേരിൽ എഴുതി തരണം, എങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം. അല്ലാതെ കുടുംബ വീടാണെന്ന് പറഞ്ഞിട്ട് അതിൽ കാര്യമില്ല. ഇനി എന്നായാലും ഞങ്ങൾക്കാണ് ഈ വീടിൻ്റെ അവകാശം എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, കുഞ്ഞിരാമേട്ടന് എന്തുമാത്രം ബിസിനസ് ഉണ്ട്, വീടുണ്ട്, പല സ്ഥാപനങ്ങളുണ്ട്, അതിൻ്റെ ഒന്നിൻ്റെയും വിഹിതം ഇതുവരെയും വച്ചിട്ടില്ലല്ലോ. ശരി, നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ എന്തായാലും ഈ വീടും കുഞ്ഞിരാമേട്ടൻ്റെ വസ്തുക്കളെല്ലാം നമുക്ക് വിഹിതം വയ്ക്കാം, അങ്ങനെയെങ്കിലും നിങ്ങളുടെ പരാതി മാറുമല്ലോ എന്ന് പറയുന്നതിനെ തുടർന്ന് വക്കീൽ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ വക്കീൽ നേരത്തെ ഒരു വിൽപത്രം കുഞ്ഞിരാമേട്ടൻ റെഡിയാക്കി വെച്ച് വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വക്കീൽ ആ വിൽപത്രമായിട്ടാണ് വരുന്നത്. സൗദാമിനി അമ്മ വക്കീലിനോട് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട്. വക്കീലെ, ഇവിടുത്തെ നമ്മുടെ വീടും ബാക്കി സ്ഥാപനങ്ങളും കുഞ്ഞിരാമേട്ടൻ്റെ പേരിലുള്ള എല്ലാ വസ്തുവകകളും മക്കളുടെ പേരിലേക്ക് മാറ്റാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, നേരത്തെ കുഞ്ഞിരാമൻ സാറ് എൻ്റെ കയ്യിലൊരു വിൽപത്രം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതിന് ഞാനിവിടെ തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് ആ വിൽപത്രം സൗദാമിനി അമ്മയുടെ ഇളയ മകനായ രാജീവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. രാജീവൻ പെട്ടെന്ന് തന്നെ ആ വിൽപത്രം വായിച്ചതിന് ശേഷം രാജീവിൻ്റെ മുഖത്തൊരു ഞെട്ടലോടെയാണ് ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി രാജീവ, നീ എന്താ അത് വായിച്ചിട്ട് ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നത്, എന്ത് പറ്റി, നീ കാര്യം പറയേ എന്ന് പറയുമ്പോൾ രാജീവൻ പെട്ടെന്ന് തന്നെ ആ വിൽപത്രം ഗംഗാധര മേനോൻ്റെയും ബാക്കി ശിവരാമൻ്റെ കയ്യിലും ഏൽപ്പിക്കുന്നുണ്ട്. അവർ മൊത്തത്തിൽ വായിച്ച ശേഷമാണ് അവർക്ക് മനസ്സിലായത് ആ സ്വത്തുക്കൾ മുഴുവനും കുഞ്ഞിരാമൻ നായർ എഴുതി വച്ചിരിക്കുന്നത് അലീനയുടെ പേരിലാണ്. അത് വായിച്ചതിന് ശേഷം ശിവരാമനും പറയുന്നുണ്ട്, അച്ഛൻ എന്ത് ദ്രോഹമാണ് നമ്മളോട് ചെയ്തത്, നമ്മൾ മക്കളിരിക്കുകയാണ് അച്ഛൻ ആ ഒരു അനാഥ പെണ്ണിന് ഈ വീടും സ്ഥലവും എഴുതി വെച്ചു കൊടുത്തത്, അപ്പോൾ ഇതിൻ്റെ പുറകിൽ എന്തോ ഉണ്ട് എന്ന് പറയുമ്പോൾ രാജീവൻ ഈ കാര്യങ്ങളെല്ലാം അറിയാമെങ്കിലും രാജീവൻ അതൊന്നും പുറത്തു പറയുന്നില്ല. അതുപോലെ തന്നെയാണ് ഗംഗാധര മേനോനും അലീന വൈജയന്തിയുടെ മകളാണ് എന്നുള്ളൊരു സത്യം തിരിച്ചറിയാമായിരുന്നു. അവർ രണ്ടുപേരും ഈ കാര്യം ആരെയും അറിയിക്കാതെ മൗനം പാലിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് അവിടേക്ക് കമല വരുന്നുണ്ട്. കമല ചോദിക്കുന്നുണ്ട്, എന്തുപറ്റി, വിൽപത്രം വായിച്ചതിന് ശേഷം നിങ്ങളുടെ എല്ലാവരുടെയും മുഖവും ഭയങ്കര ഞെട്ടലോടെയാണല്ലോ ഇരിക്കുന്നത്, എന്താ അച്ഛൻ അതിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അവരുടെ മകനായ ഹരി പെട്ടെന്ന് ആ ഒരു വിൽപത്രം എടുത്ത് കമലയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അമ്മ ഇതൊന്ന് വായിച്ചു നോക്ക്, അപ്പോൾ അറിയാം മുത്തശ്ശൻ ആരുടെ പേരിലാണ് ഇതൊക്കെ എഴുതി വച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം. പെട്ടെന്ന് തന്നെ കമല അതെടുത്ത് വായിച്ചു നോക്കുന്നുണ്ട്. കമലയുടെ മുഖത്താണെങ്കിൽ ആ ഒരു ഞെട്ടലോടെയാണ് ആ കാര്യം മനസ്സിലാവുന്നത്. ഉടനെ തന്നെ കമല ഈ കാര്യങ്ങളെപ്പറ്റി ശിവരാമനോടും രാജീവനോടും ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ അച്ഛൻ ഇത് എന്തിൻ്റെ കേടായിരുന്നു, എവിടെയോ ഉള്ള ഒരു അനാഥ പെണ്ണിന് തറവാടും സ്വത്തുക്കളും എഴുതി വെച്ച് കൊടുക്കുന്നുവെന്നോ? അപ്പോൾ ഇത് അയാളുടെ മകള് തന്നെ ആയിരിക്കും, ഇയാൾക്ക് വയസ്സാം കാലത്ത് വേറെ പണിയൊന്നുമില്ലല്ലോ
എന്നിട്ട് സ്വന്തം ഭാര്യയെ നോക്കാൻ സ്വന്തം മകളെ തന്നെ കൊണ്ടുവന്നിരിക്കുന്നു. കഷ്ടം, ഇത്രയും ബുദ്ധിമാനായിരുന്നോ നിങ്ങളുടെ അച്ഛൻ എന്ന് പറഞ്ഞ് കമല വല്ലാതെ അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. ആ ഒരു വിൽപ്പത്രമായിട്ട് കമല നേരെ സൗദാമിനി അമ്മയുടെ റൂമിലേക്കാണ് പോയത്. അവിടെ ചെന്ന് അവരുടെ മുഖത്തേക്ക് ഈ ഒരു വിൽപ്പത്രം വലിച്ചെറിഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വായിച്ച് നോക്ക് നിങ്ങളുടെ ഭർത്താവ് എന്താ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ സൗദാമിനി അമ്മ ചോദിക്കുന്നുണ്ട്, എന്താ കമലെ നീ ഈ കാണിക്കുന്നത്? നിനക്കൊരു മര്യാദയില്ലേ? നിനക്ക് അല്പമെങ്കിലും മര്യാദയോടുകൂടി എന്നോട് പെരുമാറിക്കൂടെ? ഒന്നുമല്ലെങ്കിലും ഞാൻ നിൻ്റെ അമ്മായി അമ്മയല്ലേ എന്നൊക്കെ പറയുമ്പോൾ കമല ഭയങ്കര ദേഷ്യത്തോടു കൂടിയാണ് സൗദാമിനി അമ്മയോട് പെരുമാറുന്നത്. ഓ, നിങ്ങളെൻ്റെ അമ്മായി അമ്മയാണെന്നോ? നിങ്ങളുടെ ഭർത്താവ് എന്താ ചെയ്തു വച്ചിരിക്കുന്നതെന്ന് നോക്ക്. അയാൾക്കിത് എന്തിൻ്റെ കേടാണ് ഈ വയസ്സാം കാലത്ത് എന്നൊക്കെ പറയുമ്പോൾ സൗദാമിനി അമ്മ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി? നീ നേരെയുള്ള കാര്യം പറ. എങ്ങനെ എന്നോട് ദേഷ്യപ്പെട്ടാൽ ഞാൻ ഈ കിടക്കയിൽ കിടന്നിട്ട് എന്തറിയാനാണ്? എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഹരി അവിടേക്ക് വരുന്നുണ്ട്. ഹരി കണ്ണാടി എടുത്ത് കൊടുത്തിട്ട് ആ ഒരു വിൽപ്പത്രം താഴെ നിന്ന് എടുത്ത് സൗദാമിനി അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. മുത്തശ്ശി ആദ്യം ഇതൊന്ന് വായിച്ച് നോക്ക്, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാമെന്ന്. അങ്ങനെ സൗദാമിനി അമ്മ ആ ഒരു വിൽപ്പത്രം വായിച്ചതിന് ശേഷം ആണ് മനസ്സിലാവുന്നത് ഈ സ്വത്തുക്കളുടെ, അതായത് വീടിൻ്റെയും സ്ഥലങ്ങളുടെയും ഉടമസ്ഥാവകാശം ആ ഒരു അനാഥ കുട്ടിയായ അലീനയുടെ പേർക്കാണ് തൻ്റെ ഭർത്താവ് എഴുതി വച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം. അവരും അതൊരു ഞെട്ടലോടുകൂടിയാണ് ഉൾക്കൊണ്ടത്. അപ്പോൾ അവർ പറയുകയും ചെയ്യുന്നുണ്ട്, കുഞ്ഞിരാമേട്ടൻ ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഒരു നീതി കാണും. അല്ലാതെ ഒരിക്കലും കുഞ്ഞിരാമേട്ടൻ ഇത്രയും വലിയ തറവാടും സ്വത്തുക്കളും ആ ഒരു അനാഥ കുട്ടിയുടെ പേർക്ക് എഴുതി കൊടുക്കില്ല എന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട്, നീതി? നിങ്ങളുടെ ഭർത്താവ് വയസ്സാം കാലത്തെ ഏതെങ്കിലും ഒരു സ്ത്രീയിൽ ജനിപ്പിച്ചതായിരിക്കും ആ ഒരു അനാഥ പെണ്ണിനെ. എന്നിട്ട് നിങ്ങളെ നോക്കാനെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. നല്ല ബുദ്ധിമാൻ തന്നെ നിങ്ങളുടെ ഭർത്താവ് എന്നൊക്കെ പറയുമ്പോൾ സൗദാമിനി അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് കമലെ. ഞാനിവിടെ നിന്ന് എണീക്കുന്നില്ല എന്നുള്ളതാണ് നിന്റെ ഒരു ധൈര്യം എന്നുള്ള കാര്യം എനിക്കറിയാം. എന്തായാലും തറവാടും ബാക്കി അതിനു ചുറ്റുമുള്ള സ്ഥലം മാത്രമല്ലേ കുഞ്ഞിരാമേട്ടൻ അലീനയുടെ പേരിലേക്ക് എഴുതി വെച്ചുള്ളൂ. ബാക്കി എന്തെല്ലാം സ്ഥാപനങ്ങൾ കിടക്കുന്നു കുഞ്ഞിരാമേട്ടൻ്റെ പേരിൽ, അതെല്ലാം നമുക്ക് പങ്കുവെച്ചൂടെ? അതെല്ലാം നിങ്ങളുടെ പേരിലേക്ക് എഴുതി തരാം എന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ആ സ്വത്തൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഈ തറവാടും ഇതിനു ചുറ്റുമുള്ള സ്ഥലവുമാണ് ആവശ്യം. ഇതിന് മറ്റൊരു അവകാശിയെ കൊണ്ടുവരാൻ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. ഈ വിവരങ്ങളെല്ലാം വൈജയന്തിയെ കമല വിളിച്ചറിയിക്കുന്നുണ്ട്. വൈജയന്തിയും ആ ഒരു ഞെട്ടലോടെയാണ് ഈ വാർത്തകൾ അറിയുന്നത്. വൈജയന്തിയുടെ മനസ്സിൽ പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. താൻ 22 വർഷം മുമ്പാണ് ആ ഒരു കുഞ്ഞിന് ജന്മം നൽകിയത്. എന്തായാലും അച്ഛൻ അറിയാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. അലീനയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു, അതും അമ്മയെ നോക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അലീനയുടെ വയസ്സ് വെച്ച് നോക്കുമ്പോഴും ഏകദേശം 22 വയസ്സ് പ്രായമുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും വയനജയുടെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു പോകുന്നുണ്ട് എങ്കിലും ഒരിക്കലും അലീന അവളുടെ സ്വന്തം മകളാണ് എന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കുന്നില്ല. അവൾ വിചാരിക്കുന്നുണ്ട്, ഓ എന്തായാലും എൻ്റെ വയറ്റിൽ ഇങ്ങനെ ഒരു കുരുത്തം കെട്ട പെണ്ണ് വന്ന് ജനിക്കില്ല. വൈജ ഉടനെ തന്നെ സൗദാമിനി അമ്മയോട് ഫോൺ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അമ്മേ, ഈ അച്ഛൻ എന്തിൻ്റെ കേടായിരുന്നു അമ്മേ? അച്ഛൻ എന്തെങ്കിലും ഭ്രാന്തുണ്ടോ ആ ഒരു അനാഥ പെണ്ണിൻ്റെ പേരിലേക്ക് ഈ ഒരു സ്വത്തുക്കളെല്ലാം എഴുതി കൊടുക്കാൻ? അച്ഛൻ എന്തോ മനസ്സിൽ കണ്ടു ഉറപ്പിച്ചിട്ടുണ്ട്, അല്ലാതെ ആ ഒരു പെണ്ണിനെ ഇവിടെ അമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരില്ല എന്ന് പറയുമ്പോൾ സൗദാമിനി അമ്മ പറയുന്നുണ്ട്, എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. എന്തോ അച്ഛന് മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ അരുതാത്ത ഒന്നും ചെയ്യില്ല വൈജയെ എന്ന് പറയുമ്പോൾ വൈജയും ദേഷ്യം വന്ന് ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നുണ്ട്. വൈകാതെ തന്നെ ബാലചന്ദ്രനും ഈ ഒരു വിവരം അറിയുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു നിന്റെ തന്തപ്പടിയും അയാൾക്കൂടെ സ്വത്തുക്കൾ അലീനയുടെ പേർക്കല്ലേ എഴുതി വെച്ചു കൊടുത്തത്? അപ്പോൾ ഞാൻ അവളെ സ്വീകരിച്ചതിൽ ഇപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടോ? ഞാൻ എൻ്റെ മകളായിട്ട് കരുതിയതാണല്ലോ നിൻ്റെയൊക്കെ പ്രശ്നം. അവൾക്ക് നിൻ്റെ അച്ഛൻ്റെ സ്വത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എൻ്റെ മകൾക്ക് ഞാൻ അധ്വാനിച്ച് സമ്പാദിച്ച കുറേ സ്വത്തുക്കളുണ്ട്, അത് ഞാൻ കൊടുത്തോളാം. നീയൊക്കെ അവളെ കുറേ ഉപദ്രവിച്ചതല്ലേ? നീയും ഹരിയും നിന്റെ കമലയിടത്തെയൊക്കെ ചെന്ന് അവളുടെ കാല് പിടിച്ച് മാപ്പ് പറയണം. ആ ഒരു പാവത്തിനെ ഇത്രയധികം നിങ്ങൾ ദ്രോഹിച്ചതിന് ദൈവം അറിഞ്ഞു തന്ന പണിയാണ് വൈജയ നിനക്കൊക്കെ. ആ ഒരു പാവത്തിനെ നീയൊക്കെ എന്തുമാത്രം ദ്രോഹിച്ചു, അതിന് നിനക്കൊക്കെ കിട്ടിയ പണിയാണ്. കണ്ടുപിടിക്കുക ഇനി അവൾ എവിടെയാണ് എന്നുള്ള കാര്യം. അലീനയെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കനകയും വൈജയും കൂടെയൊക്കെ നടത്തുന്നുണ്ട് എങ്കിലും ആ ഒരു ശ്രമമെല്ലാം പരാജയപ്പെടുന്നുണ്ട്.
എന്നിട്ട് കനക പറയുന്നുണ്ട്, എന്തിനായിരിക്കും നിങ്ങളുടെ അച്ഛൻ ആ പെണ്ണിനെ ഇവിടേക്ക് കൊണ്ടുവന്നത്? അവളുടെ പേർക്ക് തന്നെ എന്തിനായിരിക്കും ഈ ഒരു സ്വത്തുക്കളെല്ലാം എഴുതി വെച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവരാരും അതിനൊരു ഉത്തരവും കൊടുക്കാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ അച്ഛൻ കണ്ടിട്ടുണ്ടായിരിക്കും. അച്ഛൻ അലീനയെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്ന് നേരത്തെ കരുതിയിട്ടുണ്ടാവും. അലീനയെ കാണാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണല്ലോ അച്ഛൻ മരിക്കുന്നത്. അതിനു മുമ്പേ തന്നെ മനുവിനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം അച്ഛൻ മരിച്ചതിന് ശേഷം മനു ഓർഫണേജിൽ പോയി അലീനയെ ഇവിടേക്ക് തന്നെ മുത്തശ്ശിയെ നോക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. എന്തായാലും നിങ്ങളുടെ അച്ഛൻ ഞങ്ങൾക്കിട്ട് തന്ന പണി കൊള്ളാം. ഇത്രയും നാളും എൻ്റെ തറവാടെന്ന് വിചാരിച്ചിട്ട് ഞാനും ശിവരാമേട്ടനും ഇവിടെ താമസിച്ചു. ഇപ്പോൾ നിങ്ങളുടെ അച്ഛൻ അതെല്ലാം അലീനയുടെ പേർക്കല്ലേ എഴുതി കൊടുത്തിരിക്കുന്നത്, ഏതോ തെരുവിൽ പിറന്ന ഒരു പെണ്ണിന്, ഏതോ ഒരു അനാഥ പെണ്ണിന്. അപ്പോൾ ഇത് കേൾക്കുന്ന രാജീവിനും ഗംഗാധര മേനോനും കമലയോട് പറയുന്നുണ്ട്, അവള് അനാഥയല്ല, അവൾ എൻ്റെ വൈജയുടെ മോളാണ്, വൈജ പ്രസവിച്ച വൈജയുടെ മകൾ. കമലയ്ക്ക് വൈജയുടെ മകളാണ് അലീന എന്നുള്ള സത്യം ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല. കമല വീണ്ടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ പറയുന്നത്? അത് വൈജയുടെ മോളാണെന്നോ? വൈജ നേരത്തെ പ്രസവിച്ച മോളാണെന്നോ? ആ സമയത്ത് രാജീവനും ഗംഗാധര മേനോനും പറയുന്നുണ്ട്, അതേ കമലയിടത്തി, അത് വൈജയുടെ മകളാണ്. അതുകൊണ്ടല്ലേ അച്ഛൻ അവൾക്ക് വേണ്ടിയിട്ട് ഈ സ്വത്തുക്കൾ എഴുതി വെച്ചത്. അല്ലാതെ അച്ഛൻ മറ്റെന്തെങ്കിലും കാണിക്കുമോ? അങ്ങനെ വേറെ ഏതെങ്കിലും അനാഥ പെണ്ണിന് അച്ഛൻ സമ്പാദിച്ച സ്വത്ത് എഴുതി കൊടുക്കുമോ? അത് നമ്മുടെ വൈജയുടെ മകളാണ്. അങ്ങനെ കമലയും ആ ഒരു സത്യം തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ അലീന വൈജയന്തിയുടെ മകളാണ് എന്നുള്ള സത്യം അവസാനം കമലയും മനസ്സിലാക്കുന്നുണ്ട്. ഇനി അലീനയുടെ പേരിൽ ബാലചന്ദ്രനും കുഞ്ഞിരാമൻ നായരും എഴുതി വെച്ച ബാക്കി സ്വത്തുക്കൾ കണ്ട് ഞെട്ടാൻ പോവുകയാണ് വൈജയന്തി. അപ്പോൾ ആ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മഴതോറും മുമ്പയുടെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.